MP ഓഫീസിലാണെങ്കിൽ ആ സംഭവം നടന്നിട്ട് അവിടെ സന്ദർശിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ചുമരിൽ ഗാന്ധിജിയുടെ ഫോട്ടോ ഉണ്ട്. നിങ്ങൾക്ക് ഒരുമാതിരി മടിയുണ്ടോ ഗാന്ധിജിയുടെ ഫോട്ടോ എടുത്ത് താഴെയിട്ട് തകർക്കാൻ? അത് SFIക്കാരുടെ തലയിൽ കെട്ടിവെക്കാൻ? മഹാത്മാഗാന്ധി ആരാണ്? മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തറയിലിട്ട് തല്ലി പൊട്ടിച്ചിട്ട് SFIക്കാരുടെ തലയിൽ അത് കെട്ടിവെക്കാൻ നിങ്ങൾ ശ്രമിച്ചു. പക്ഷെ നിങ്ങൾ AKG സെന്ററിൽ കയറിയിട്ട് ഇതുപോലെ AKGയുടെ ഫോട്ടോ എടുത്ത് പൊട്ടിച്ചവരാണ്. അത് കേരളം മറന്നിട്ടില്ല. 91-ൽ AKG സെന്ററിന് നേരെ വെടിവെച്ചു. കോൺഗ്രസിന്റെ ഭരണകാലത്ത് AKG സെന്ററിന് നേരെ വെടിവെച്ചു. നിങ്ങൾക്കിത് ശീലമാണ്. 87-ൽ നിങ്ങൾ പറയണ്ടേ നിങ്ങൾ എത്ര മാന്യന്മാരാണെന്നുള്ളത് ഈ ലോകം അറിയണ്ടേ? 87-ൽ ബഹുമാനപ്പെട്ട അംഗം പ്രസംഗിക്കട്ടെ, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഇടപെടണ്ട. 87-ൽ ചീമേനിയിൽ തൃക്കരിപ്പൂർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ വലിയ നല്ല പുള്ള ചമഞ്ഞ് നടക്കുകയാണല്ലോ. കേരളത്തിലെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. ചീമേനിയിൽ അവിടെ തൃക്കരിപ്പൂർ നായനാരുടെ ഇലക്ഷൻ കഴിഞ്ഞ് നായനാർ ജയിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് സഖാക്കൾ പാർട്ടി ഓഫീസിൽ കയറി ആകെ കിട്ടാൻ പോകുന്ന വോട്ടിന്റെ ഒക്കെ ഒരു കണക്കൊക്കെ കൂട്ടാൻ വേണ്ടി അവിടെ ഇരിക്കുക. ആരെയും ദ്രോഹിച്ചവരല്ല നിങ്ങൾ. കോൺഗ്രസുകാർ ആ ഓഫീസ് വളഞ്ഞിട്ട് വൈക്കോലൊക്കെ കൊണ്ടുവന്ന് ചുറ്റുവിട്ട് തീയിട്ടിട്ട് വാതിൽ കറന്ന് പുറത്തിറങ്ങാൻ വിടാതെ 5 പേരെ ചുട്ടുകൊന്നവരാ നിങ്ങൾ. വലിയ പ്രസംഗം നടന്നല്ലോ, വലിയ ജനാധിപത്യ വിശ്വാസികളായിട്ട് ഒരു ഓഫീസിൽ കയറി എന്നും പറഞ്ഞിട്ട് അതും അപലപിച്ച ഒരു കേസ്. ആരൊക്കെ അപലപിച്ചു? കേരളത്തിന്റെ മുഖ്യമന്ത്രി അപലപിച്ചു. സഖാവ് കോടിയേരി പറഞ്ഞു, സഖാവ് യെച്ചൂരി പറഞ്ഞു അത് ശരിയായിട്ടില്ല. നടപടിയെടുത്തു. ആരാ SFIക്കാരെ അറസ്റ്റ് ചെയ്തത്? ഇവിടുത്തെ പോലീസാണ്, LDFന്റെ ഭരണകാലത്തെ പോലീസ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എന്താ അതിന്റെ പേരിൽ ചെയ്യേണ്ടത്? നിങ്ങൾ അതിന്റെ പേരിൽ ഇന്നലെ ഇവിടെ ഒരുപാട് ചർച്ചകൾ നടക്കേണ്ടുന്ന ഈ കേരള നിയമസഭാ സ്ഥലം നിങ്ങൾ എന്താ അലങ്കോലമാക്കി? ആ ഒരൊറ്റ സംഭവത്തിന്റെ പേരിൽ ഇത്രയും വിഷയ ദാരിദ്ര്യമുണ്ടോ നിങ്ങൾക്ക് എന്നുള്ളതാണ് പറയാനുള്ളത്. വളരെ മോശമായി പോയി. ചുരുങ്ങിയ പക്ഷം മുഖ്യമന്ത്രി ആക്രമിച്ചതിനെങ്കിലും ഞങ്ങൾ ചെയ്തതിന്റെ അത്രയൊന്നും നിങ്ങൾക്ക് ചെയ്യാനുള്ള ത്രാണിയില്ല കോൺഗ്രസിനെ അറിയാം. അങ്ങനെ അപലപിക്കാൻ കഴിയുന്ന ജനാധിപത്യ വിശ്വാസികളല്ല നിങ്ങളിപ്പോ. അതാ നിങ്ങളിങ്ങനെ നശിച്ചു പോയിരിക്കുന്നത്. ഉപ്പ് വെച്ച കലം പോലെ എന്നൊക്കെ പറയാറില്ലേ? കോൺഗ്രസ് ശോഷിച്ചു പോയില്ലേ? അതിന് കാരണം നിങ്ങളുടെ ഈ ജനാധിപത്യ വിരുദ്ധ സമീപനമാണ്. ചുരുങ്ങിയ പക്ഷം മുഖ്യമന്ത്രി ആക്രമിച്ചതിനെങ്കിലും അത് പാടില്ലായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിൽ കുറച്ചു പേരെങ്കിലും നിങ്ങളെ കുറച്ചും കൂടി ജനാധിപത്യം ബാക്കിയുണ്ട് എന്ന് കാണാൻ സമ്മതിക്കുമായിരുന്നു എന്നുള്ളതാണ്. കേരള ജനതയെല്ലാം കാണുകയാണ്. ഇപ്പോഴോ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ, നിങ്ങളുടെ ഒരു ഇരട്ട സമീപനം ഉണ്ടല്ലോ. രാഹുൽ ഗാന്ധിക്കെതിരെ ED പറഞ്ഞാൽ അയ്യോ ബുദ്ധിമുട്ടായി പോയി. ഇവിടെ